ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയർ റുട്ടീൻ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ദാറ്റ് വി ക്യാൻ യൂസ് ഇൻ ദിസ് ബാംഗ്ലൂർ വെതർ. ഇത് ബാംഗ്ലൂരിൽ മാത്രമല്ല, നമുക്കൊരു ഹോസ്റ്റൽ ലൈഫിൽ ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ സ്റ്റെപ്പിൽ കൂടെ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണ് ഇത്. സ്കിൻ കെയർ എന്ന് പറയുമ്പം എല്ലാവരുടെ മൈൻഡിലൊരു ഇത് വരും, മെയിൻലി ഗേൾസിന് മാത്രമുള്ളതായിരിക്കും. ആ ഒരു സംഭവമല്ല, ഇത് ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. കാരണം നമ്മള് ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു നമ്മൾ ഇപ്പൊ ഒക്കെ ചിന്തിക്കും നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്ര നാൾ നിന്ന് എങ്ങനെയാണോ അതേപോലെയൊക്കെ നിൽക്കാം, ആ ഒരു മൈൻഡിലായിരിക്കും. ബട്ട് നമ്മൾ ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ലോറിൻ വെള്ളം, അതേപോലെ ഇവിടുത്തെ വെതർ, നല്ല തണുപ്പ്, ആ ഒരു ഇതിലൊക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസുകളെല്ലാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് ഹെയർ കെയർ റുട്ടീൻ നോക്കാം. അതായത് നമ്മള് ഫസ്റ്റ് തന്നെ നമ്മുടെ തല കുളിക്കല്. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് വളരെ കൂടുതൽ ക്ലോറിനുള്ള വാട്ടർ ആണ് ഇവിടെ ഉള്ളത്. അപ്പോ അത് നമുക്ക് ചിലപ്പോ ഹെയർ ഫോൾ കൂടുതൽ ഉണ്ടാക്കും, അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാക്കും. സോ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഫിൽറ്റേർഡ് വാട്ടർ ഉണ്ട് ഇവിടെ. അതായത് നമുക്ക് ഒരു 20 ലിറ്റർ ക്യാനിന് 10 റുപ്പീസ് ഉള്ളൂ. അപ്പം അതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും, കാരണം തല കുളിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതേപോലെ തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയും ക്ലോറിന്റെ വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ. സോ ഇപ്പൊ ഫിൽറ്റേർഡ് വാട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള സാവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് നിങ്ങൾ തല കുളിക്കാൻ ശ്രമിക്കുക. ഡെയിലി കുളിക്കുന്ന ആൾക്കാരുണ്ടാവും, അത് ചിലപ്പോൾ ഇത് വീക്ക്ലി ട്വൈസ് ത്രൈസ് തല കുളിച്ചാൽ മതി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലോറിൻ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നല്ലോണം ഹെയർ ഫോൾ സംഭവിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് നിങ്ങൾ തല കുളിച്ചാൽ മതി. ഓക്കെ. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന ഓയിൽ. അതായത് ഇപ്പം ഞാൻ ഒരിക്കലും ഈ പാരച്യൂട്ടിന്റെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഹെയർ ഓയിൽസ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും യൂസ് ചെയ്യാൻ ഞാൻ ഇപ്പൊ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കാച്ചി തരുന്ന എണ്ണ, അതൊക്കെയാണ് ഞാനൊക്കെ കൊണ്ടുവന്നിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ എണ്ണ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓയിൽ, സെയിം ഓയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പം അതും നിങ്ങളുടെ ഹെയർ ഫോളിനെയൊക്കെ ബാധിക്കും. സോ ഓയിലുകൾ എന്താണോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതേ സെയിം ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ കണ്ടീഷണർ ആണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഷാംപൂ ഉപയോഗിക്കും, കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നതാണ് എന്തിനാണ് കണ്ടീഷണർ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഷാംപൂ ഇട്ട് അങ്ങ് ഇതാക്കിയാൽ മതി, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ 1-2 വർഷമൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് എന്താണ് ഞാൻ എൻ്റെ ഉള്ള ഷാംപൂ അതിടും, തലവിളിക്കും, നിർത്തും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു പണി. പക്ഷെ അതിനുശേഷമാണ് എൻ്റെ മുടിക്ക് കുറെ ഡാമേജുകൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടീഷണറിലേക്കും കൂടെ ഒന്ന് മാറിയത്. ഷാംപൂ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ആ ഒരു പരിപാടി ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതെനിക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള സയൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടും അതേപോലെ തന്നെ മെയിൻലി പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ഈ ബ്രാൻഡിന്റെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള നല്ല ഷാമ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മാമ എർത്തിന്റെ ഷാമ്പു നല്ലതാണ്. അതേപോലെ തന്നെ സെബാമെഡ്, ഡവ്, ലോറിയൽ, ഈ ബ്രാൻഡുകളുടെ എല്ലാം ഷാംപൂസ് നമുക്ക് നല്ലതാണ്. നമുക്ക് അധികം ഹെയർ ഫോൾ ഉണ്ടാക്കില്ല. അതേപോലെ തന്നെ അത് കുറച്ചും കൂടെ ഹെയറിന് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ ബ്രാൻഡുകളുടെ ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ നമ്മൾ കണ്ടീഷണർ ഏത് ബ്രാൻഡിന്റെ ഷാമ്പൂ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേ ബ്രാൻഡ് തന്നെ കണ്ടീഷണറും കൂടെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം സോപ്പിൽ നിന്ന് തുടങ്ങാം. ഇപ്പോ ഇവിടെ വരുമ്പോൾ മാക്സിമം നിങ്ങൾ വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക. അതായത് ഈ സന്തൂർ, ലക്സ്, അതൊക്കെ നമ്മൾ ഈ ക്ലോറിൻ വെള്ളം ഉപയോഗിക്കുമ്പം നമ്മൾ ഈ സോപ്പും കൂടി ഇട്ടാണ് കുളിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയണത്. ഇങ്ങനത്തെ സാധാ സോപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ
പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. സോ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കും, ഒന്നില്ലെങ്കിൽ ബേബി സോപ്പുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഡവ് ആ സോപ്പുകളൊക്കെ ഉപയോഗിക്കാം. ഇനി ഏറ്റവും സോപ്പിനേക്കാളും ഏറ്റവും നല്ലത് എന്തുകൊണ്ടും ഷവർ ജെല്ലുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാവുമ്പം നമുക്ക് ഈസി ടു ക്യാരി, അതേപോലെ തന്നെ നമുക്ക് പഞ്ചാര സോപ്പുകൾ വാങ്ങിക്കുന്നതിന് നല്ലത് ഒരു ഷവർ ജെൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓക്കെയാണ്. അപ്പൊ അത്രേ ഉള്ളൂ സോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ എപ്പോഴും കുളി കഴിഞ്ഞ് നമ്മൾ മെയിൻലി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഞാൻ കുറെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നിൽ കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എന്റെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്നാമതേ ഇവിടെ നല്ല ഒരു കാറ്റ്, അതേപോലെ നല്ല തണുപ്പുള്ള ഒരു സമയമാണ് ഈ ടൈം എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ശരിക്കും നല്ല ഡ്രൈ ആവും. അതേപോലെ തന്നെ ഈ പൊടി പൊടി പോലെ നമ്മുടെ സ്കിന്നിൽ വരാൻ തുടങ്ങും. അപ്പൊ നമുക്കും എന്താ പോലെയാവും, നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും ഒരു 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 ബാഡ് ഫീലിംഗ് ആണ് നമ്മുടെ ഒരു ബോഡി കാണുമ്പോൾ അവർക്ക് തോന്നുന്നത്. സോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെയിൻലി നിങ്ങൾ കുളി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മുടെ വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തുനിന്ന് മാറി കഴിയുമ്പോഴത്തേക്കും മെയിൻലി നിങ്ങൾ ബോഡി ലോഷൻസ് ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക. അതായത് ഞാനിപ്പം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാസലിന്റെ ഗ്ലൂട്ടഹയ ആ ഒരു ബോഡി ലോഷൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് അഫോർഡബിൾ ആണ്, അതേപോലെ തന്നെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിവിയയുടെ ഡീപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. അത് പല ഇതിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരു ഡീപ്പ് മോയ്സ്ചറൈസർ ആയിട്ട് നിവിയയുടെ ബ്രാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ട് ആ ഒരു സംഭവം നമുക്ക് തന്നെ ഫീൽ ചെയ്യും അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ. സോ ബോഡി ലോഷൻസ് നിങ്ങൾ കുളിച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട വേറൊരു സംഭവമാണ് റോൾ ഓൺ. ഇപ്പം അണ്ടർ ആം റോൾ ഓൺസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ്, ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിവിയയുടെ ആണ്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് നിവിയയുടെ. നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നിയിരിക്കുന്ന ആ ബ്രാൻഡിന്റെ റോൾ ഓൺസ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ റോൾ ഓൺസ് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആലം എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതായത് ഒരു സ്റ്റോൺ ആണത്. ആ സ്റ്റോൺ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളുടെ ആംപിറ്റിലൊന്ന് റബ്ബ് ചെയ്താൽ മതി. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ആണ്. ഇപ്പം ബോയ്സിനാണെങ്കിൽ മെയിൻലി ആരും അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കാറില്ല. ചിലര് ചിലപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷുകൾ ഉപയോഗിക്കായിരിക്കും. ചിലര് ഒട്ടുമിക്ക ബോയ്സും ഉപയോഗിക്കുന്നത് സോപ്പാണ്. ഏതാണോ കുളിക്കുന്ന സോപ്പ് അവർ ഉപയോഗിക്കുന്നത് അതേ സെയിം സോപ്പ് തന്നെ ആയിരിക്കും അവർ ഫേസ് വാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നിർത്തുക. കാരണം നമ്മുടെ ബോഡിയുടെ ആ ഒരു ടൈപ്പ് അല്ല നമ്മുടെ ഫേസിൽ വരുന്നത്. അപ്പം കുറച്ചും കൂടെ നമ്മൾ ഈ സോപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ തന്നെ, നമ്മുടെ ഫേസിലെ സ്കിൻ തന്നെ ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നല്ല ഫേസ് വാഷുകൾ ഉപയോഗിക്കാം. അതായത് ഇപ്പം ഏറ്റവും പറ്റിയ നല്ലൊരു അഫോർഡബിൾ റേറ്റിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളിന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, അതേപോലെ തന്നെ സെറ്റാഫിലിന്റെ ഫേസ് വാഷുകൾ ഉണ്ടാവും. അപ്പം ആ രണ്ട് ബ്രാൻഡ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ആ ബ്രാൻഡുകളുടെയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതാണ് ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതേ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പിമ്പിൾസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങളുടെ സ്കിൻ ഓക്കെ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്തത് അതേ സാധനം തന്നെ, അതേ ബ്രാൻഡ് തന്നെ, അതേ ഫേസ് വാഷിന് യൂസ് ചെയ്യുക. ബട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും സോപ്പ് ഫേസ് വാഷിന് യൂസ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ചെയ്യുന്ന അടുത്ത ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ വീടിന്റെ പുറത്ത് പോയില്ലെങ്കിലും നമ്മൾ രാവിലെ നമ്മുടെ ഫേസ് വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ ആവാതിരിക്കാൻ നമ്മൾ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ അത് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എപ്പോഴും മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക. ക്രീമിനേക്കാളും എനിക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ജെൽ കൺസിസ്റ്റൻസിയിലുള്ളതാണ്. അത് കുറച്ചും കൂടെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നത് പോലെ, കുറച്ചും കൂടെ മോയ്സ്റ്റ് ആക്കി വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ജെല്ലി കൺസിസ്റ്റൻസിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസർ, പിന്നെ ലാക്മി, പിന്നെ ഡോട്ട് ആൻഡ് കീ, ഇതെല്ലാം കുറച്ചും കൂടെ നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ്. അഫോർഡബിൾ റേറ്റിൽ വരുന്ന കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സ് ആണ് അതൊക്കെ. സോ മോയ്സ്ചറൈസേഷൻ ഒരു സ്കിപ്പ് ചെയ്യാതെ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്തൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ പുറത്തു പോയില്ലെങ്കിൽ ഞാനത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഞാൻ പറയില്ല. അതല്ല, പുറത്തു പോകല്ല അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കോളേജിൽ പോകുന്ന ആ ഒരു ടൈമിലൊക്കെ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. മെയിൻലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ട് നല്ല സൺസ്ക്രീൻ എന്ന് പറയുമ്പം അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ നല്ലതാണ്. അതേപോലെ ഡോട്ട് ആൻഡ് കീയുടെ, പിന്നെ ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ എനിക്ക് വർക്കൗട്ട് ആയിരിക്കുന്ന ഒരു സൺസ്ക്രീനാണ് മാമാഎർത്തിന്റെ വൈറ്റമിൻ സി സൺസ്ക്രീൻ. അത് എന്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ടു ഓയിലി സ്കിന്നാണ്.
അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അത് ഇവിടുത്തെ വെതറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ആ സൺസ്ക്രീൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നപ്പം ഈ മാമാഅർത്ത് വൈറ്റമിൻ സി ആണ്. ഈ പറഞ്ഞ പോലെ അക്വാലോജിക്കയുടെയും അതേപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ എല്ലാ സൺസ്ക്രീൻസും നല്ലതാണ്. അപ്പൊ അതും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ. കാരണം പല ആൾക്കാർക്കും ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വലിയ ഇഷ്ടമുള്ള ഒരു ഇതല്ല. പക്ഷെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. സോ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് ലിപ് ബാം. നമ്മുടെ ലിപ്സ് എപ്പോഴും ഇപ്പം പലർക്കും ലിപ് ബാം യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ചിലര് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കില്ല, ചിലര് ലിപ്സ്റ്റിക് ഉപയോഗിക്കും പക്ഷെ ലിപ് ബാം ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല, ഇപ്പൊ ബോയ്സിനാണെങ്കിലും ലിപ് ബാം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ ഒരു വെതർ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോ. അപ്പോ നമ്മുടെ ലിപ്സ് എപ്പോഴും ഡ്രൈ ആവാൻ അതേപോലെ തന്നെ ക്രാക്ക് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. സോ അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ് ബാംസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഏതാണോ ലിപ് ബാം നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് ആ ലിപ് ബാം ഉപയോഗിക്കാം. പിന്നെ ഇപ്പൊ ലിപ് ബാം ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ വാസലിനായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഈ ഒരു വാസലിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ എപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എവിടെ ഒരു ക്രാക്ക് വന്നാലും നമുക്ക് വാസലിനൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ്. സോ വാസലിൻ നിങ്ങൾ എപ്പോഴും ക്യാരി ചെയ്യുക. അതേപോലെ തന്നെ ഇതൊന്നും കൂടാതെ നമുക്ക് ഹാൻഡ് ക്രീംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഹാൻഡ് ക്രീംസ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കോൾഡ് ക്രീംസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം തണുപ്പത് നമുക്ക് കോൾഡ് ക്രീംസ് ഒക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനെല്ലാം പുറമെ മെയിൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അതിന് നിങ്ങൾ ഈ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നതിന് ഉപരി നിങ്ങൾ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓറൽ ഫ്ലൂയിഡ്സ് എടുക്കാനാണ്. അതായത് ഇപ്പം വെള്ളമാണെങ്കിലും നിങ്ങൾ ഒത്തിരി കുടിക്കുക. ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു ടൈമാണ്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് വളരെ കുറവായിരിക്കും. പക്ഷെ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കാരണം നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ആക്കി വെക്കാൻ അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യാം. ഒരു 2 to 3 liters എങ്കിലും നിങ്ങൾ പെർ ഡേ വെള്ളമൊക്കെ കുടിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പൊ ഇത്രയാണ് എൻ്റെ ഒരു സിമ്പിൾ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ റുട്ടീൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോ പറഞ്ഞ പോലെ ഫേസ് വാഷ്, മോയ്സ്ചറൈസേഷൻ, അതേപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സിമ്പിൾ സ്റ്റെപ്സ്. നിങ്ങൾ അത്രയെങ്കിലും ഒട്ടും സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും സ്കിൻ കെയർ ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 സ്റ്റെപ്സ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ ഹെൽത്തി ആക്കി വെക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ സ്കിൻ കെയർ റുട്ടീൻസിനെല്ലാം പുറമെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ടോണർ അല്ലെങ്കിൽ എന്തെങ്കിലും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസ് വാഷ്, മോയ്സ്ചറൈസേഷൻ, സൺസ്ക്രീൻ ആ ഒരു 3 സ്റ്റെപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സുകളും മെത്തേഡ്സും അതൊക്കെ തന്നെയാണ്. സോ ഞാൻ അങ്ങനെ ടോണേഴ്സും സിറംസും ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാനത് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോന്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ബ്രാൻഡ്സിന്റെയും പ്രൊമോഷൻ വീഡിയോ അല്ല. ഇത് അതുപോലെ തന്നെ ഇത് ഗേൾസിന് മാത്രമല്ല സ്കിൻ കെയർ എന്ന് പറയുമ്പം ഇറ്റ്സ് ബോത്ത് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്. സോ ഒരിക്കലും നിങ്ങളുടെ സ്കിൻ ഇത്ര നാൾ ഇരുന്ന പോലെ ഇനി ഇരുന്നോളും ആ ഒരു മൈൻഡ് സെറ്റിൽ വരരുത്. നിങ്ങളുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. പിന്നെ ഞാൻ പറയുകയാണ്, ഇപ്പൊ സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിലല്ല കാര്യം, നമ്മൾ കഴിക്കുന്ന ഫുഡ് അതേപോലെ നമ്മൾ കുടിക്കുന്ന അത്രയും വാട്ടറിന്റെ കണ്ടന്റ് അതൊക്കെയാണ് നമ്മുടെ ബോഡീനെ കുറച്ചും കൂടെ ഹെൽത്തി ആൻഡ് ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നത്. സോ അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡെയിലി റുട്ടീനിലൊക്കെ കൊണ്ടുവരിക. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഇതേപോലെ സ്കിൻ കെയർ അഫോർഡബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഈ ഒരു വെതറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ വീഡിയോ. ദിസ് ഇസ് മീ ഹ്യൂമൻ സാണ സൈനിങ് ഓഫ്.